ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊട്ടിയൂർ പെരുമാളിനെ കാണാനുള്ള യാത്രയിലാണിന്ന്. കോഴിക്കോട് നിന്ന് ഗൂഗിൾ കാണിച്ചു തന്ന വഴിയാണ് പോയത്. 11 ഹെയർപിൻ കയറി വയനാട്ടിൽ മാനന്തവാടിയിലേക്ക്. അവിടെ നിന്നും കൊട്ടിയൂർ ഇരട്ടി തലശ്ശേരിക്ക് പോകാവുന്ന റോഡാണ് ഇരട്ടി വഴി. അറിഞ്ഞുകൊണ്ട് വന്ന് ചാടിയതല്ല ഞങ്ങളിവിടെ. ഗൂഗിൾ കാണിച്ചു തന്ന വഴി ഇങ്ങ് പോകുന്നതാണ്. നല്ല ഭീകര കൊക്കയുള്ള വഴിയൊക്കെയാണെന്ന് കേട്ടു. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണത് മനസ്സിലായത്. പക്ഷേ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെയും. കയറ്റവും ഇറക്കവും ഒക്കെയുള്ള വളരെ മനോഹരമായ റോഡ്. ടീ ഗാർഡനൊക്കെ നമുക്ക് ഇടയ്ക്ക് കാണാം. കുന്നിൻ്റെ മുകളിൽ, ടീ ഗാർഡൻ്റെയും മുകളിൽ നയനമനോഹരമായൊരു ചർച്ചുണ്ട്, കാർമൽ ചർച്ച്. അത് തലപ്പുഴ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം. രാവിലത്തെ യാത്രയായതുകൊണ്ട് നല്ല ഉന്മേഷത്തോടെയുള്ള യാത്ര തന്നെയാണ്. കൊട്ടിയൂർ പോകാൻ റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഈ മഞ്ഞും ഈ പശ്ചിമഘട്ട മലനിരകളും ഒക്കെ കണ്ട് യാത്ര ചെയ്യാം. ഇത് മാനന്തവാടി എത്തിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇരിട്ടിക്കുള്ള കണ്ണൂർ റോഡിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇനി അവിടെയും ഒരു 5 ഹെയർപിൻ നമ്മൾ താഴേക്ക് ഇറങ്ങണം. ഹെയർപിന്നൊക്കെ ആസ്വദിച്ച് പോകണമെങ്കിൽ ഈ വഴി തിരഞ്ഞെടുക്കാം. മഴക്കാലമാണെങ്കിൽ അല്പം റിസ്ക് കൂടുമായിരിക്കും. മനോഹരമായ പള്ളി മുകളിൽ കാണാം. ആ ടീ എസ്റ്റേറ്റിൻ്റെ മുകളിൽ നല്ല പച്ചപ്പും ഒക്കെ ആയിട്ടുള്ള മനോഹരമായ കാഴ്ച. ഇതിനു മുൻപും കണ്ണൂരും ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഈ വഴി വന്നിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ ഈ വഴി വരുന്നത്. വടകര ഒക്കെ വന്ന് മാഹി വഴിയൊക്കെയാണ് തലശ്ശേരിക്കുമൊക്കെ പോയിട്ടുള്ളത്. ഇതാദ്യമായിട്ടാണ് ഈ റൂട്ടിൽ വരുന്നത്. കണ്ണൂരിനെയും വയനാടിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന പാൽച്ചുരം റോഡാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത്. അത് 5 ഹെയർപിൻ നമുക്ക്, വലിയ ഹെയർപിൻ നമുക്ക് ഇറങ്ങേണ്ടതുണ്ട്. എന്തായാലും ഈ വഴി വളരെ ഇഷ്ടപ്പെട്ടു. വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം. കൊട്ടിയൂർ ലക്ഷ്യമായിരുന്നതുകൊണ്ട് മറ്റൊരിടത്തും ഞങ്ങൾ നിർത്തിയില്ല. ഇടയ്ക്ക് നിർത്തി ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാൽച്ചുരം വാട്ടർഫോൾസൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ ദിവസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ പോയി കണ്ട് കേട്ട് പോകാവുന്നതാണ്. പിന്നെ മണ്ണൊക്കെ ഇടിഞ്ഞു വീഴുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലൊന്നും വലിയ മഴയൊന്നുമില്ല. ചെറിയ ചാറ്റൽ മഴ മാത്രം ഇപ്പോൾ ഉണ്ട്. താഴേക്ക് ചെല്ലുമ്പോൾ ഇതുപോലെ വീതിയുള്ള വഴിയൊന്നുമല്ല, വീതി കുറഞ്ഞ വഴികളാണ്. നമുക്ക് മഞ്ഞൊക്കെ ആസ്വദിച്ച്, മലനിരകളൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാം. ഇന്നലെ വീട്ടിൽ നിന്നിറങ്ങിയതാണ്. രാത്രി കോഴിക്കോട് സ്റ്റേ ചെയ്തു. കാറിലുള്ള യാത്രയാണ്. ഇനിയും ഒരു 14 കിലോമീറ്ററോളമുണ്ട് കൊട്ടിയൂരിലേക്ക്. രാവിലത്തെ ക്യൂവിൽ കയറണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങളുടെ യാത്ര.
അങ്ങനെ മാനന്തവാടി വഴി കൊട്ടിയൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. ചുരമിറങ്ങി വളരെ സന്തോഷകരമായൊരു യാത്രയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം.